സഹോദരങ്ങളെ, ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാത ജാഗരണത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള ചിന്താവിഷയം എന്ന് പറയുന്നത് ഒരു സ്വർഗീയ കൂട്ടായ്മ. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം നമ്മളോട് പറയുന്നു. സങ്കീർത്തനങ്ങൾ 133 അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. ഇവിടെ യൂറോപ്യൻ യൂണിയൻ പരാജയപ്പെട്ടപ്പോൾ ഒരു പരീക്ഷണമായി ചിലർ കണക്കാക്കിയിട്ടുള്ളത്, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരേ കറൻസിയും വിനിമയ സൗകര്യവും പരസ്പരം അഭിവൃദ്ധി വർദ്ധിപ്പിക്കാൻ നൂറ്റാണ്ടുകളുടെ ശത്രുതയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയ പിരിമുറുക്കം കുറയ്ക്കൽ എന്നിങ്ങനെ ഉന്നത ലക്ഷ്യങ്ങൾ അത് മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും ദശലക്ഷക്കണക്കിന് യൂറോപ്പിലെ ആളുകൾക്ക് തൊഴിലില്ലായ്മ ഉണ്ടായി. പലരും യൂറോപ്യൻ യൂണിയനെ കുറ്റപ്പെടുത്തി. ചില സാമ്പത്തിക വിദഗ്ധർ വിശ്വസിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അഭിവൃദ്ധി പ്രാപിപ്പാൻ തക്കവണ്ണം പൂർണ്ണമായും സംയോജിക്കപ്പെടണമെന്നാണ് അവർ വിലയിരുത്തപ്പെടുന്നത്. ഒരുപക്ഷെ യൂറോപ്പിലെ രാഷ്ട്രങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നതിലേക്ക് മടങ്ങുന്നതാണ് നല്ലത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ സഭയിൽ പലരും ചിന്തിക്കുന്നത്. ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങളെ എടുക്കുക, ഏകാന്തമായിട്ട് ചിന്തിക്കുക, താൻ തീരുമാനിക്കുന്ന കാര്യം നടപ്പിലാകണമെന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എപ്പോഴും പറയുന്നത് നമ്മളെല്ലാവരും ഒരുമനപ്പെട്ട് ഒരു സ്വർഗീയ കൂട്ടായ്മയിൽ തന്നെ ആയിരിക്കണമെന്നാണ് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ചില ക്രിസ്ത്യാനികൾ സഭയെക്കുറിച്ച് ഈ യൂറോപ്യൻ യൂണിയനിലെ ആളുകൾ ചിന്തിച്ചതുപോലെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ പല സഭകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലവിധമാകുന്ന സ്വഭാവങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. പല സംസ്കാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേക സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്ര വീക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ തന്നെ വേദപുസ്തകത്തെ പല രീതിയിൽ വീക്ഷിക്കപ്പെടുന്നത് നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ കണ്ടെത്തുവാൻ സാധിക്കും. ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ പറയുന്നത്, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. സഭയുടെ ഐക്യമെന്ന് പറയുന്നത് ലോകത്തിന് ശക്തമായ ഒരു സാക്ഷിയാണ്. നമ്മളെല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അനേകം വൻ കാര്യങ്ങൾ നമുക്ക് നേടുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അന്യോന്യം ഭാരം ചുമക്കണമെന്നാണ്
വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നത്. അപ്രകാരം നമ്മൾ സഭയിലായിരിക്കുമ്പോൾ ഒരു കൂട്ടായ്മയുടേതായിട്ടുള്ളൊരു അനുഭവം നമ്മൾ ഉണ്ടായിരിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകകളായിട്ടിരുന്നു കൊണ്ട് അനേകം പേരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ക്രിസ്തു നമുക്ക് എപ്രകാരമാണോ മാതൃകയായിരുന്നത്, അതുപോലെ തന്നെ നാമും ഈ ലോകത്തിന് മാതൃകകളായിട്ടിരിക്കുക. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അത് ഞെട്ടിപ്പിക്കുന്ന അസാധാരണത്വം കൂടിയാണ്. പല സംസ്കാരങ്ങളിൽ നിന്ന് വന്നവർ, പല ഭാഷക്കാർ ഒത്തൊരുമിച്ച് വസിക്കുവാൻ തക്കവണ്ണം പ്രതികൂലമാണ് എങ്കിൽ പോലും നമുക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഒരേ അവയവങ്ങളായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം സാധിക്കുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമുക്ക് പിണക്കങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ശത്രുത്വമുണ്ട് എങ്കിൽ അതൊക്കെയും നമ്മൾ നീക്കിക്കൊണ്ട് ഒരു സ്വർഗീയ കൂട്ടായ്മയായി നിന്നുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, വഴി നടത്തുമാറാകട്ടെ. തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് ആശ്വാസം പകരുക തന്നെ ചെയ്യും. ഈ നശ്വരമാകുന്ന ഈ ലോകത്തില്, ഈ അന്ത്യനാളുകളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നാം കൂട്ടായ്മയോടുകൂടെ ആയിരിക്കുക. അപ്രകാരമായിരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും, വഴി നടത്തും. എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കാൻ സഭ പാടുപെടുന്നുണ്ടെങ്കിലും അവസാനം അതൊരു പരാജയപ്പെട്ട പരീക്ഷണമായിരിക്കുകയില്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ സാധ്യമായ ഒരു ദൈവീക വിജയമായിരിക്കും. അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ ഏകീകരിച്ചുകൊണ്ട് നമുക്ക് ഒത്തൊരുമയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ, വഴി നടത്തുമാറാകട്ടെ. നമുക്കൊരു നിമിഷം ഈ പ്രഭാതത്തിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, അടിയങ്ങളിതാ ദൈവമേപ്പന്റെ സന്നിധിയിലേക്ക് താഴ്മയായി കടന്നു വരുന്നു. നല്ലൊരു പ്രഭാതം നീ ഇവിടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു ദൈവവചനം നീ ഇവിടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു നാഥ. അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഗ്രഹിച്ചുകൊണ്ട് അതിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം നീ ഇവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ നാഥ. അങ്ങയുടെ വരവ് വരെയും വിശ്വസ്തയോടുകൂടെ തന്നെ ആയിരിക്കാൻ തക്കവണ്ണം നീ ഇവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.